കേരളം ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് പിന്നാലെയാണ്. എന്തായാലും വിവാദങ്ങൾ ഒഴിഞ്ഞൊരു സമയം നമുക്ക് കിട്ടാറില്ല എന്നറിയാമല്ലോ. പുതിയ വിവാദം തട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ ദിവസം നിരീശ്വരവാദികളുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. ആ സമ്മേളനത്തിൽ പ്രഭാഷകനായി എത്തിയത് CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ ആയിരുന്നു. അനിൽകുമാർ മാധ്യമങ്ങൾ ഇത്രത്തോളം വളർന്ന സാഹചര്യത്തിൽ ഏറെ പരിചിത മുഖമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ആ ഒരു സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നതിനായി വിളിച്ചത് എന്ന് നമുക്ക് തൽക്കാലം അനുമാനിക്കാം. കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ മലപ്പുറത്തെ സ്ത്രീകളെക്കുറിച്ചും അവിടെ വിദ്യാഭ്യാസത്തിലൂടെയുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അനിൽകുമാർ പറഞ്ഞതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. പ്രസ്താവന വിവാദമായതോടെയും ഇസ്ലാമിക സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനിൽകുമാറിനെ പരസ്യമായി തള്ളിപ്പറയുകയായിരുന്നു. ഇനി എന്താണ് അനിൽകുമാർ പറഞ്ഞത് എന്ന് നോക്കാം. മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിൻ്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ചെറിയ പങ്കല്ല. ഇതിലെവിടെയാണ് അനിൽകുമാറിന് തെറ്റ് സംഭവിച്ചത് എന്ന് അനിൽകുമാറിന് പോലും മനസ്സിലായില്ലെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് എതിര് നിൽക്കേണ്ട എന്ന് കരുതി ഒരു പുനർവിചിന്തനത്തിന് കൂടി അദ്ദേഹം തയ്യാറാകുന്നതാണ് പിന്നീടുണ്ടായ കഥ. ഫേസ്ബുക്കിലൂടെ കാര്യമായി ഒരു മാപ്പപേക്ഷയൊക്കെ നടത്തി പാർട്ടിയുടെ നിലപാട് തന്നെയാണ് തന്റെ നിലപാടെന്നും പറഞ്ഞതോടെ സ്ഥിതി അല്പം ഒന്ന് അയഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് പാറിക്കളിക്കുന്നുണ്ട് എന്ന് നമുക്കും അറിയാം. മലപ്പുറത്തെ സ്ത്രീകൾ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നത് CPM കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്നായിരുന്നു ഒരു പരാമർശം. പക്ഷെ അത് CPMന്റെ മാത്രം കഴിവാണോ? അല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ മുസ്ലിം ലീഗിനും പങ്കുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും പങ്കുണ്ട് എന്ന് കാണാം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. മലപ്പുറത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തതിന്റെ ഫലമായിട്ടാണ് തട്ടമിടാൻ ആരെങ്കിലും എത്തിയാൽ അത് വേണ്ട എന്ന് പറയുന്നത്. ഇതാണ് പക്ഷേ എല്ലാവരെയും ചൊടിപ്പിച്ചത്. വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അനിൽകുമാർ പറഞ്ഞതും അത് തന്നെയല്ലേ? വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾ ആർജിച്ചെടുത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്? തീർച്ചയായും അത് തന്നെ. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ പാർട്ടി സെക്രട്ടറി എന്തിനാണ് അനിൽകുമാറിന്റെ പ്രസ്താവനയെ തെറ്റായി കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ന്യൂനപക്ഷ പ്രീണനം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് പാൻസ് ഇടാനുള്ള അനുമതി നൽകിയത് CPMന്റെ ഭരണകാലത്താണ്. അതിനെതിരെ ഉയർന്ന വികാരങ്ങളെ എല്ലാം നേരിടാൻ അന്ന് പാർട്ടിക്ക് കരുത്തുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാൻസിനെ അനുകൂലിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വിപ്ലവകരമായ ഒരു മാറ്റം വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശാവഹമായ കാര്യം തന്നെയാണ്. പക്ഷെ പാർട്ടി ഇപ്പോൾ ഇരട്ടത്താപ്പ് നയമാണ് പുറത്തെടുക്കുന്നത്. മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമിടാൻ പാടില്ലെന്ന് അനിൽകുമാർ ഒരവസരത്തിലും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. തട്ടം വേണ്ട എന്ന നിലപാടിലേക്ക് മാറാൻ അവിടുത്തെ പെൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നും അത്തരം നിലപാടിലേക്ക് വിദ്യാഭ്യാസം വഹിച്ച പങ്കിനെ കുറിച്ചും മാത്രമാണ് അനിൽകുമാർ എന്ന നേതാവ് പറഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി സ്വന്തം നിലപാടുകളിൽ പോലും വെള്ളം കലർത്താൻ മടിയില്ലാത്ത ഒരു കൂട്ടരായി CPM അധപതിച്ചു പോയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തു കാര്യത്തിലും തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകുവാനുമുള്ള ഒരു ഊർജം ഒരു കാലത്ത് CPM എന്ന പാർട്ടിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം സമസ്തയുടെ നേതാവ് അബ്ദുൽ സമദ് പൂക്കാട്ടൂർ പറഞ്ഞതാണ്. അത് പറഞ്ഞത് ഇപ്രകാരമാണ്: മതപരമായ തത്വങ്ങൾക്ക് എതിരാണ് കമ്മ്യൂണിസം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് പാർട്ടിയുടെ നിലപാട് തന്നെയായിരുന്നു എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇപ്പോൾ സമസ്ത ഇടതുപക്ഷത്തേക്കൊരു ചായ്വ് കാണിച്ച സാഹചര്യത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് ഇങ്ങനെ പറഞ്ഞാലല്ലേ പിടിച്ചു നിൽക്കാൻ കഴിയും? അതിനിടയിൽ പുരോഗമനവാദികൾ എന്ന് സ്വയം നടിക്കുന്ന ചില യുവ നേതാക്കളും അനിൽകുമാറിനെതിരെ വിമർശനം കടുപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അത് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്യുന്നതുമാണ്. മതപരമായ ആശയങ്ങളിൽ നിൽക്കേണ്ടവർക്ക് അതിൽ അടിയുറച്ചു നിൽക്കാനുമുള്ള അവകാശവുമുണ്ട്. 10 വോട്ടിന് വേണ്ടി പക്ഷേ ഇടതുപക്ഷം നിലപാട് മാറ്റുമ്പോൾ തകരുന്നത് പാരമ്പര്യമായി പാർട്ടി നേടിയെടുത്ത മൂല്യങ്ങളാണെന്നും ഒന്ന് ഓർക്കുക.